വെൽക്കം ബാക്ക് റിയാക്ഷൻ ഡൂഡിൻ്റെ പുതിയൊരു വീട്ടിലോട്ട് ഏവർക്കും സ്വാഗതം. 2000 റിലീസായിട്ടുള്ള മലയാള സിനിമയാണ് നരസിംഹം. നരസിംഹം എന്ന സിനിമയിലെ ഒരു സീനാണ് നോക്കാൻ പോകുന്നത്. നേരെ വീട്ടിലോട്ട് പോകാം. കനക ചട്ടിയും പാത്രമൊക്കെ എടുത്ത് വലിച്ചെറിയുന്നുണ്ട്. കുതിരവട്ടം പപ്പു, കൊല്ലം അജിത്ത്. ടൈലർ മെഷീനൊക്കെ എടുത്ത് എറിയുന്നുണ്ടല്ലോ. പപ്പു കേട്ടോ, കുതിരവട്ടം പപ്പു. കനക നമ്മൾ ഗോഡ് ഫാദറിലൊക്കെ അല്ലേ നായികയായിട്ടുള്ള. വിയറ്റ്നാം കോളനിയിലൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് പുറത്തില്ല മലയാളത്തിൽ. NF വർഗീസ്, പവിത്രൻ. അയ്യോ കുറച്ച് കൂടി പോയ സംശയമുണ്ട്, കുറച്ച് ഓവറായിട്ടുണ്ട്. അയ്യോ NF വർഗീസ്. എന്ത് പേരിട്ട് വിളിക്കണമെന്ന് നാട്ടുകാരെ തീരുമാനിക്കട്ടെ. നിനക്ക് തയ്യൽ ചക്രം കറക്കി നടു ഓടിക്കണ്ട, നല്ല സുഖമായിട്ട് കഴിയാം. പട്ടും പൊന്നും 4 നേരം മുട്ടില്ലാതെ ആഹാരവും കഴിച്ച് കെട്ടിലമ്മയായിട്ട് കഴിയാം. എന്താ നല്ല ഓഫറാണ്. ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാരണവരെ. പവിത്രന്റെ ഓഫർ. എന്ത് കണ്ടിട്ടാണ് ഈ അഹങ്കാരം? ഉണ്ടാക്കിയ തന്തയ്ക്കോ വേണ്ട, ഒരു തെളിവിന് പോലും ബാക്കിയില്ലാതെ തള്ളി പോയി. നീ വെറും ഒരു പെണ്ണ. എത്ര മുറുക്കി കുത്തിയാലും ഏതെങ്കിലും ഒരു ആണിന്റെ കൈ കൊണ്ട് ഒരു ദിവസം ഈ മടി കുത്തഴിയും. കച്ചവടത്തിന് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും തെണ്ടണ കാഴ്ച ഞാൻ തന്നെ കാണേണ്ടി വരും. തന്നെപ്പോലൊരു നാറിക്ക് പാവിരിക്കുന്നതിലും അന്തസ്സുണ്ടാവും അതിന്. പറ്റോ? ആരുമില്ലാത്തവർക്ക് ഭഗവാൻ തുണയുണ്ടാവും ഏതെങ്കിലും ഒരു രൂപത്തിൽ. അതാണ് അതായിരുന്നു ലാലേട്ടൻ. തൊട്ടപ്രതി വിജയകുമാർ. നരസിംഹം BGM കിട്ടി. BGM കേട്ടോ. ആരാമോനെ ദിനേശ. ഞാൻ പറഞ്ഞിട്ടാവും മരുന്ന് ചെയ്തു. ഏത് നായിന്റെ മുമ്പിലിട്ട് ചെയ്താലും അടിപൊളി. ഈ സാധനമൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് പൂവള്ളിയില് എന്റെ തറവാടത് അവിടെ എത്തിക്കണം. ഈ പൊട്ടിയ ചളിങ്ങിയതൊക്കെ വിളിട്ടേക്ക്. പകരം പുതിയത് വേണം പൂവള്ളിയിലെത്താൻ. മനസ്സിലായോ? അതിപ്പോ മീൻ കറി വെക്കുന്ന ചട്ടിയായാലും ശരി. കേട്ടാ മനെ ദിനേശ, അങ്ങനെ ചെയ്യാൻ പറയണം. അല്ലെങ്കിൽ ഞാനങ്ങ് വരും മണപ്പള്ളിക്ക്. അകത്തിരിക്കുന്ന നിന്റെ അച്ഛയും പടിഞ്ഞാറ്റയിൽ അട്ടം നോക്കി കിടക്കുന്ന എന്റെ വല്യമ്മച്ചയെ അടക്കം എടുത്ത് പുറത്തിട്ട് തീയിട്ട് ചുടും ഞാൻ. വീട്ടിൽ ഇറക്കി വിട്ടെന്നറിയോ എന്റെ പെങ്ങളെ? ഇന്ത് ചൂടൻ ദിനേശ. ഇടഞ്ഞ കൊമ്പന്റെ മണിക്ക് തോട്ടി കയറ്റി ചവിട്ടി താഴ്ത്തുന്നതിനെ പാതാളത്തിലേക്ക്. ഏതാണ്ട് ഇറങ്ങിയതോ ഇഡിലണ്ട ഇറങ്ങി കേട്ടോ. എന്താ ലുക്കായിരുന്നു. നല്ലൊരു സീനായിരുന്നു. നല്ല അടിപൊളി ഒരു സീൻ. ചെറിയ സീനാകുമ്പോൾ നോക്കിയത്, പക്ഷേ നല്ലൊരു അടിപൊളി സീനായിരുന്നു. 2000 ഈ സിനിമ റിലീസായിട്ടുള്ളത്, വർഷം 2000. അതുപോലെ ഷാജി കൈലാസാണ് സംവിധായകൻ. തിരക്കഥ എഴുതിയിരിക്കുന്നത് രഞ്ജിത്ത്. അതുപോലെ ഈ സീനിൽ അഭിനയിച്ചിട്ടുള്ള കുതിരവട്ടം പപ്പു, കനക, കൊല്ലം അജിത്ത്, NF വർഗീസ്, മോഹൻലാൽ, വിജയകുമാർ, അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്. ഇനിയും ഒരുപാട് താരങ്ങളുണ്ട്. ഈ സീനിലുള്ള ആൾക്കാരുടെ പേരാണ് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.